ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി നല്ലൊരു ഇടിവാണ് കാണാൻ സാധിച്ചത്. ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂവും ഇന്ന് നിഫ്റ്റി എക്സ്പയറി ഡേ ആയിരുന്നു. ഇന്ന് ആകെ 436 പോയിന്റിൻ്റെ ഇടിവ് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചു. 23,379 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇന്ന് 53,555 ക്ലോസ് ചെയ്തപ്പോൾ 884 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ് 1,553 പോയിന്റ്സ് കുറഞ്ഞ് 59,704 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് 586 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി 17,939 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പിന് നല്ല ഇടിവാണെന്ന് കാണാൻ സാധിച്ചു. എബോവ് 3% ഇടിവ് കണ്ടു. നിഫ്റ്റി മിഡ് ക്യാപ്പും എബോവ് 2% ഇടിവ് കാണാൻ സാധിച്ചു. നിഫ്റ്റി 50, നിഫ്റ്റി ബാങ്ക് എന്നീ സെക്ടേഴ്സ് എബോവ് 1% ഇടിവാണ് കാണാൻ സാധിച്ചത്. ഇന്ത്യ വിക്സ് ഇന്ന് 19.28 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 1,456 പോയിന്റ്സ് കുറഞ്ഞ് 74,559 ക്ലോസ് ചെയ്തു. ഇന്നത്തെ DII FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII ഇന്ന് 7,990 കോടി രൂപ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FIയുടെ ഭാഗത്ത് നിന്ന് സെല്ലിംഗ് തുടരുകയാണ്. 1,959 ക്രോസിൻ്റെ 1959 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഇന്ന് FII. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തിയത് നിഫ്റ്റി റിയാലിറ്റിയാണ്. എബോവ് 4% ഇടിവ് കണ്ടു. നിഫ്റ്റി ITയും ഓൾമോസ്റ്റ് 4% ഇടിവ് കാണാൻ സാധിച്ചു. നിഫ്റ്റി ഓട്ടോ ഒന്ന് 610 പോയിന്റ്സ് കുറഞ്ഞ് 26,142 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 39,542 ക്ലോസ് ചെയ്തപ്പോൾ 500 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 518 പോയിന്റ്സ് കുറഞ്ഞ് 25,137 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 751 പോയിന്റ്സ് കുറഞ്ഞ് 50,453 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 15,276 ക്ലോസ് ചെയ്തപ്പോൾ 209 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 9,153 ക്ലോസ് ചെയ്തപ്പോൾ 162 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി IT 1,094 പോയിന്റ്സ് കുറഞ്ഞ് 28,234 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി മീഡിയ 39 പോയിന്റ്സ് കുറഞ്ഞ് 1,396 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 45 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി 12,881 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 45 പോയിന്റ്സ് കുറഞ്ഞ് 11,293 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 329 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി 23,840 ക്ലോസ് ചെയ്തു. PSU ബാങ്ക് 89 പോയിന്റ്സ് കുറഞ്ഞ് 8,071 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റിയും നല്ല ഇടിവ് കാണാൻ സാധിച്ചു. 32 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി 765 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച നിഫ്റ്റി 796 പോയിന്റിൻ്റെ ഇടിവ് രേഖപ്പെടുത്തി 3.29% ഫോളാണ് കാണാൻ സാധിച്ചത്. നിഫ്റ്റി 50 ഈ വർഷത്തെ മുമ്പിട്ട് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 നിഫ്റ്റി ഇന്ന് 23,379 നിൽക്കുമ്പോൾ 10.52% ഇടിവാണ് നിഫ്റ്റി 50യിൽ നമുക്ക് ഈ വർഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ലാസ്റ്റ് 12 മന്ത്സ് മുമ്പിട്ട് നോക്കിക്കഴിഞ്ഞാൽ 31 മെയ് 2025 24,750 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 23,379 നിൽക്കുമ്പോൾ 5.54% ലോസാണ് കഴിഞ്ഞ 12 മാസമായിട്ട് നിഫ്റ്റി 50യിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 417 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 2,570 കമ്പനികളെന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ONGC 4.80% റാലി നടത്തി. ഹിൻഡാൽകോ 1.75% റാലി നടത്തി. SBI 0.10% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ശ്രീറാം ഫിനാൻസ് 4.66% ഫോളോ കണ്ടു. അദാനി പോർട്സ് 4.48% ഫോളോ നടത്തി. ടെക് മഹീന്ദ്ര 4.43%, HCL Tech 4.11%, Jio Finance 4.10%, TCS 3.87%, Adani Enterprise 3.80%, Wipro 3.62%, Bharat Electric 3.58% and Titan 3.57% ഫോളോ കാണാൻ സാധിച്ചു. ഇതൊരു ബയോസെല്ലർ റെക്കമെൻഡേഷൻ അല്ല. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ S&P ഗ്ലോബൽ സർവീസസ് PMI ഡേറ്റ ഇന്ത്യ എന്ന് വരുന്നുണ്ട് 13 മെയ്ക്ക്. അതുപോലെ തന്നെ US നാളെ ക്രൂഡ് ഓയിൽ ഇൻവെൻറ്ററി ഡേറ്റ 13 മെയ്ക്ക് വരുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ പ്രധാന ന്യൂസ് അപ്ഡേറ്റ്സ്.
അടുത്ത ന്യൂസ് സമയം നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.